ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. ഇന്നൽ ഹംദലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാഠം 12. അപ്പോൾ അടുത്തത് തഅമ്മൽ മാ യലി എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് ചിന്തിക്കുക എന്നാണ് വരുന്നതിനെക്കുറിച്ച്, ഈ കാണിച്ചതിനെക്കുറിച്ച്, താഴെയുള്ളതിനെക്കുറിച്ച്. ജലസത്ത് അത്വാലിബത്തു, വിദ്യാർത്ഥിനി ഇരുന്നു. ജലസ നമുക്കറിയാം ഫീലു മാദിയാണ്. ജലസ അവനിരുന്നു, ജലസ അവർ രണ്ടുപേരിരുന്നു, ജലസു അവർ കുറേ പേരിരുന്നു പുരുഷന്, ജലസത്ത് അവൾ ഒരു സ്ത്രീ ഇരുന്നു. അപ്പോൾ വെറും ജലസത്ത് എന്ന് എഴുതിയാൽ അവൾ ഒരു സ്ത്രീ ഇരുന്നു. അവൾ ആ ജലസൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുകയാണ്. ഫീല് ജലസയാണ്, ഫായില് കർത്താവ് അവളാണ്. ആരാണ് ആ ക്രിയ ചെയ്യുന്നത്, ഇരിക്കുന്നത്? അവളാണ്. ആ ത് എന്നുള്ളത് സ്ത്രീയുടെ അടയാളാണ്, ഫായിലല്ല. ഇത് നമ്മൾ പഠിച്ചതാണ്. ആ ത് എന്നുള്ളത് ജലസത്തിൻ്റെ ത്, താൻ്റെ മുകളിൽ സുക്കൂന്, ഫായിലല്ല, കർത്താവല്ല, അവളെ സൂചിപ്പിക്കുന്നതല്ല. അത് സ്ത്രീ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള അടയാളമാണ്. ജലസ പുരുഷൻ, ജലസത്ത് സ്ത്രീ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് താൻ്റെ മുകളിൽ സുക്കൂന്. ഫായിൽ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുകയാണ്. അവൾ ഒരു സ്ത്രീ ഇരുന്നു. ഇനി ഈ ഫായിൽ വെളിവാകുകയും ചെയ്യാം. ഒളിഞ്ഞു കിടക്കുന്ന ഫായിൽ വെളിവാകുകയും ചെയ്യാം. അതവിടെ സംഭവിച്ചത്. ജലസത്ത് അത്വാലിബത്തു, വിദ്യാർത്ഥിനി ഇരുന്നു. പിന്നെ ഇതിനെ പരിഭാഷപ്പെടുത്താം, വിദ്യാർത്ഥിനി അവളിരുന്നു എന്നല്ല. മനസ്സിലായോ? ആ ഫായിൽ വെളിവായതോടെ പിന്നെ വെളിവായ ഫായില പറയാം, പിന്നെ അവളെന്ന് പറയൂല. അപ്പോൾ വിദ്യാർത്ഥിനി ഇരുന്നു. അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഇതുതന്നെയാണ് ജലസൻ്റെ അവസ്ഥയും. ജലസ എന്ന് പറഞ്ഞാൽ അവനിരുന്നു, ജലസ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ജലസ ത്വാലിബ് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് ഇരുന്നു, അല്ലെങ്കിൽ വിദ്യാർത്ഥി ഇരുന്നു. പുരുഷനും അങ്ങനെ തന്നെ. ഫായിൽ ഒന്നിക്കൽ ഉള്ളിലുണ്ടാകും, ഒളിഞ്ഞു കിടക്കും, അല്ലെങ്കിൽ വെളിവാകാം. അപ്പോൾ ഇവിടെ ഫായിൽ വെളിവായിട്ടാണ് ഉള്ളത്. അപ്പോൾ ജലസത്ത് അത്വാലിബത്തു, വിദ്യാർത്ഥിനി ഇരുന്നു. ഇവിടെ വേറൊന്ന് ശ്രദ്ധിക്കേണ്ടത്, ജലസത്തിൻ്റെ മുകളിൽ സുക്കൂനാണ്. അതിനുശേഷം വരുന്ന അത്വാലിബത്തുവിൻ്റെ അലിഫ് കഴിഞ്ഞിട്ടുള്ള ലാമിനും സുക്കൂനാണ്. അലിഫ് നമ്മൾ ഉച്ചരിക്കൂല, കാരണം അത് ഹംസത്തുൽ വസ്സിലാണ്. അപ്പോൾ ഹംസത്തുൽ വസ്സിൽ ഒരു വാക്കിന് ശേഷം വന്നാൽ നമ്മൾ ഉച്ചരിക്കൂല. ഓക്കെ. അപ്പോൾ ഇവിടെ രണ്ട് സുക്കൂനുകൾ അടുപ്പിച്ച് വന്നു. ഒന്ന് താൻ്റെ മുകളിലുള്ള സുക്കൂന്, ജലസത്തിൻ്റെ താൻ്റെ മുകളിലുള്ള സുക്കൂന്. മറ്റൊന്ന് അത്വാലിബത്തൂലെ ലാമിൻ്റെ മുകളിലുള്ള സുക്കൂന്. അലിഫ് ഉച്ചരിക്കൂല, പിന്നുള്ളത് ലാമാണ്. അത്വാലിബത്തൂൻ്റെ ലാമിൻ്റെ മുകളിലുള്ള സുക്കൂന്. അപ്പോൾ രണ്ട് സുക്കൂനുകൾ ഒരുമിച്ച് വന്നാൽ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, ആ ജലസത്ത് ഉച്ചരിക്കാൻ പ്രയാസമാണ്. ജലസത്ത് ത്വാലിബത്തു, അങ്ങനെ അറബി ഭാഷയിൽ ഉച്ചരിക്കൂല, പ്രയാസമാണ്. ജലസത്ത് ത്വാലിബത്തു, ജലസത്ത് ത്വാലിബത്തു, ത്വാലിബത്തു, അങ്ങനെ ഉച്ചരിക്കൂല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും, ആ താൻ്റെ മുകളിലുള്ള സുക്കൂൻ എന്താക്കും, അത് കസറാക്കും. അപ്പോൾ അലിഫ് ലാമിന് മുന്നിലുള്ള ആ താൻ്റെ മുകളിലുള്ള സുക്കൂൻ എന്താക്കും, ആ സുക്കൂൻ പോയിട്ട് അത് കസറാക്കും. അപ്പോൾ എങ്ങനെ വായിക്കുക, ജലസത്തി ത്വാലിബത്തു, അങ്ങനെയാണ് ഉച്ചാരണം. ജലസത്തി അത്വാലിബത്തു, ജലസത്തി ത്വാലിബത്തു, വിദ്യാർത്ഥിനി ഇരുന്നു എന്നങ്ങനെ പറയാം. അപ്പോൾ എപ്പോഴും ഇങ്ങനെ പിന്നെ ഫീലുൽ മാദിയിൽ പിന്നെ അവൾ എന്ന കർത്താവോടുള്ള ക്രിയ വന്നാൽ, അവളിരുന്നു, അവൾ കളിച്ചു, അവൾ പഠിച്ചു, അവൾ മനസ്സിലാക്കി, അവൾ ഭക്ഷിച്ചു, അവൾ കരഞ്ഞു, അവൾ കളിച്ചു എന്നൊക്കെ വരുമ്പം അതിന് ശേഷമുള്ള ഫായിലിന്, ഇസ്മായ ഫായിലിൽ അലിഫ്ലാമ് വന്നാൽ അതിനെ കസറാക്കും. ആ ഫീലിൻ്റെ താൻ്റെ സുക്കൂനിനെ കസറാക്കും. ശരിക്ക് ഫീലിന് കസറില്ല, കസറിൻ്റെ അടയാളം ഉണ്ടാവില്ല. അൽ ഫീലുൽ മാദി, ലമ്മത്ത്, ഫത്ഹത്ത്, സുക്കൂൻ,
ഈ 3 അടയാളങ്ങളാണ് ഉണ്ടാവുക. ലമ്മത്ത്, ഫതഹത്ത്, സുക്കൂന്. കസർ ഫീലിനുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ഫീലിന് കസർ വരുന്നത് അതിൻ്റെ അടയാളമല്ല, അത് ഉച്ചാരണത്തിന് വേണ്ടി, ഉച്ചാരണം എളുപ്പാക്കാൻ വേണ്ടിയും 2 സുക്കൂനുകൾ അടുപ്പിച്ച് വരാൻ അറബി ഭാഷയിൽ പാടില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ ജലസത്ത് ത്വാലിബത്തു എന്നുള്ളത് ജലസത്തി ത്വാലിബത്തു എന്ന് ആണ് ഉച്ചാരണത്തിന് വേണ്ടി വായിക്കാം. അതാണ് ആദ്യം നമ്മളോട് പഠിക്കാൻ പറഞ്ഞത്. ഇനി നമുക്ക് മറ്റ് ഭാഗങ്ങളിലേക്ക് പോകാം. എക്സസൈസിൻ്റെ ഇക്റാൽ ജുംലുൽ ആത്തിയത്തി. ഇക്റാ ജുംലുൽ ആത്തിയ. അപ്പോൾ താഴെയുള്ള ജുംല വായിക്കാനാണ് പറയും. സമയം കിട്ടുന്നവർ എഴുതുകയും ചെയ്യുക. കാരണം എഴുതി പഠിച്ചാലും കൂടിയേ ക്ലിയർ ആവുള്ളൂ. ബാറക്കല്ലാഹു ഫീക്കും. മൻ ഫതല്ലദി ഖറജ മിൻ ബൈതിക അൽ ആൻ. അപ്പോൾ നമുക്ക് ബാക്കോട്ട് പോകാം. അല്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ, ബൈതിക എന്ന് പറഞ്ഞാൽ നിൻ്റെ വീട്, മിൻ എന്ന് പറഞ്ഞാൽ ഇൽ നിന്ന്, ഖറജ എന്ന് പറഞ്ഞാൽ പുറപ്പെട്ടു, അല്ലസി എന്ന് പറഞ്ഞാൽ യാതൊരുവൻ. അപ്പോൾ അല്ലസി ഖറജ എന്ന് പറഞ്ഞാൽ പുറപ്പെട്ടവൻ, അൽ ഫത്ത എന്ന് പറഞ്ഞാൽ യുവാവ്, മൻ എന്ന് പറഞ്ഞാൽ ആര്. അപ്പോൾ ഇപ്പോൾ, അല്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിൻ്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടവനായ ആ യുവാവ് ആരാണ്. അപ്പോൾ ആരാണ് ഇപ്പോൾ നിൻ്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട യുവാവ്? മനിൽ ഫതല്ലദി ഖറജ മിൻ ബൈതികൽ ആന. ഹുവ ഇബ്നു അമ്മി. അതെൻ്റെ ഉപ്പൻ്റെ സഹോദരൻ്റെ മകനാണ്. അതെൻ്റെ ഉപ്പൻ്റെ സഹോദരൻ്റെ മകനാണ്. അപ്പോൾ ഹുവ മുബ്തദഉൻ മർഫൂൻ, ഇബ്നു എന്താ ഖബറുൻ മർഫൂൻ, വഹുവ മുലാഫ്, അമ്മി മുലാഫിലെ മജ്റൂർ. പിന്നെ അതിൻ്റെ കൂടെ യാ ഉണ്ട്. അപ്പോൾ യാ മുത്തക്കല്ലിം മുലാഫിലെ മജ്റൂർ. അപ്പോൾ എന്തുവാകും? മുലാഫുൻ, വഹുവ മുലാഫുൻ. ഓക്കെ. അപ്പോൾ ഒന്നും കൂടി പറയാം. ഹുവ മുബ്തദഉൻ മർഫൂൻ, ഇബ്നു ഖബർ, വഹുവ മുലാഫ്, അമ്മി മുലാഫിലെ മജ്റൂർ, വഹുവ മുലാഫ്, യാ മുത്തക്കല്ലിം മുലാഫിലെ മജ്റൂർ. കാരണം എൻ്റെ ഉപ്പൻ്റെ സഹോദരൻ്റെ മകൻ, 2 ഇൻ്റെ ഉണ്ട്. എൻ്റെ ഉപ്പൻ്റെ സഹോദരൻ്റെ മകൻ, അദ്ദേഹം എൻ്റെ ഉപ്പൻ്റെ സഹോദരൻ്റെ മകനാണ്. ഹുവ ഇബ്നു അമ്മി. എന്ന് പറഞ്ഞാൽ ഉപ്പൻ്റെ സഹോദരൻ. അടുത്തത് മനിൽ ഫത്താത്തു അല്ലത്തി ഖറജത് മിൻ ബൈതികൽ ആൻ യാ മുഹമ്മദ്. അപ്പോൾ ഇവിടെ സ്ത്രീയാണ്. അൽ ഫത്താത്തു എന്ന് പറഞ്ഞാൽ യുവതി. അൽ ഫത്താൻ്റെ മുഅന്നസാണ്, സ്ത്രീലിംഗാണ് അൽ ഫത്താത്തു, യുവതി. അപ്പോൾ യുവതി വരുമ്പോൾ അല്ലതി എന്താവും? അല്ലതി ആണുങ്ങൾക്കാണ് പറയുക. അപ്പോൾ സ്ത്രീകൾക്ക് എന്താ പറയുക? അല്ലത്തി. യാതൊരുവൾ. ഖറജത്ത്. അപ്പോൾ അതും സ്ത്രീലിംഗമായി. ഖറജ എന്തായി? ഖറജത്തായി. കാരണം യുവതിയാണ് പുറപ്പെടുന്നത്. അതിൻ്റെ മുകളിൽ യുവാവാണ് പുറപ്പെട്ടത്. അപ്പോൾ അല്ലതി ഖറജ, യുവതി പുറപ്പെട്ടപ്പോൾ അല്ലത്തി ഖറജത്ത് മീൻ ബൈതിക്കൽ ആനയ മുഹമ്മദ്. അല്ലയോ മുഹമ്മദ്, ഇപ്പോൾ നിൻ്റെ വീട്ടിൽ നിന്ന്, നിൻ്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടവളായ യുവതി ആരാണ്? ഹിയ ബിന്തു ഖാലത്തി. ഖാലത്ത് എന്ന് പറഞ്ഞാൽ, എന്ന് പറഞ്ഞാൽ ഉപ്പൻ്റെ സഹോദരൻ, എന്ന് പറഞ്ഞാൽ ഉപ്പൻ്റെ സഹോദരി, ഖാലെന്ന് പറഞ്ഞാൽ ഉമ്മൻ്റെ സഹോദരൻ, ഖാലത്തെന്ന് പറഞ്ഞാൽ ഉമ്മൻ്റെ സഹോദരി. അത് ഇൻഷാ അല്ലാഹ് പിന്നെ ഒരു ടേബിളർ കോളമിൽ വേറെ തന്നെ എഴുതിയിട്ട് പിന്നെ ഇപ്പം തന്നെ കാണിച്ചു തരും. ഈ പേജ് കഴിഞ്ഞ അടുത്ത പേജിൽ അത് വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ അത് അങ്ങനെ മനപ്പാടാക്കാം. അപ്പോൾ ഹിയ ബിന്തു ഖാലത്തി, എൻ്റെ ഉമ്മൻ്റെ സഹോദരിയുടെ മകളാണ് അവൾ. വഹിയ മുബ്തദഉൻ മർഫൂൻ, ബിന്തു ഖബർ, വഹുവ മുലാഫ്, ഖാലത്തി മുലാഫിലെ മജ്റൂർ, വഹുവ മുലാഫ്, യാ മുത്തക്കല്ലിം മുലാഫിലെ മജ്റൂർ. കാരണം 2 ഇൻ്റെ വരുന്നുണ്ട്. എൻ്റെ ഉമ്മൻ്റെ സിസ്റ്ററിൻ്റെ മകളാണ് അവൾ. ഓക്കെ. ലിമനിൽ മിഫ്താഹു അല്ലദി അലൽ മക്തബി. അപ്പോൾ ബുദ്ധിയില്ലാത്ത
അതിന് അല്ലതി പറയുമ്പം അതിന് ആണുങ്ങൾക്ക് അല്ലതിയും പെണ്ണുങ്ങൾക്ക് അല്ലത്തിയും തന്നെ പറയാം, ബുദ്ധി ഇല്ലാത്തതും. അപ്പോൾ ഉള്ള എന്നുള്ള അർത്ഥമാണ് മിക്കവാറും വരാം, ഉള്ള. അപ്പോൾ ഇത് വായിച്ചു നോക്കാം. ലിമനിൽ മിഫ്താഹു അല്ലതി അലൽ മക്തബി. മേശയുടെ മുകളിലുള്ള താക്കോൽ ആരുടേതാണ്? ലിമൻ എന്ന് പറഞ്ഞാൽ ആരുടെ, മിഫ്താഹ് എന്ന് പറഞ്ഞാൽ താക്കോൽ. അപ്പോൾ കണ്ടോ, അല്ലതി എന്ന് വന്നാൽ ബുദ്ധി ഇല്ലാത്തതിന് വന്നാൽ ഉള്ള എന്നുള്ള അർത്ഥം വരും. ഓക്കെ, ബുദ്ധി ഉള്ളതിന് അല്ലതി വന്നാൽ യാതൊരുവൻ. അപ്പോൾ അല്ലതി ഖറജ എന്ന് പറഞ്ഞാൽ പുറപ്പെട്ടവൻ. അല്ലതി കത്തബ എന്ന് പറഞ്ഞാൽ എഴുതിയവൻ. പെണ്ണുക്കാണെങ്കിലോ അല്ലത്തി കത്തബത്ത് എഴുതിയവൾ. ഇനി ബുദ്ധി ഇല്ലാത്തതാണെങ്കിലോ മേശയുടെ മുകളിലുള്ള താക്കോൽ ആരുടേതാണ്? ലിമനിൽ മിഫ്താഹു അല്ലതി അലൽ മക്തബി ഹുവലിൽ മുദർരിസി. അത് അധ്യാപകൻ്റെതാണ്. അപ്പോൾ ഹുവ മുബ്തദഉൻ മർഫൂൻ ലാ ഹർഫുജർ, അൽ മുദർരിസി ഇസ്മു മജ്റൂർ, ജാറും വ മജ്റൂർ ശിബു ജുംല ഖബർ. ജാറും വ മജ്റൂർ ശിബു ജുംല ഖബർ. അപ്പോൾ ഇത് ഹർഫുജർ, ഇസ്മു മജ്റൂർ, ജാറും വ മജ്റൂർ ശിബു ജുംല ഖബർ. രണ്ടാമത്തെ ഇനം ഖബറായിട്ട് വരുന്ന ഉദാഹരണമാണ് ഹുവ എന്ന മുബ്തദക്ക്. അടുത്തത് ലിമനിസ്സാഅത്തു അല്ലത്തി അലസ്സരീരി. കണ്ടോ, മുഅന്നസ് വന്നപ്പോൾ അല്ലത്തിയായി, സ്ത്രീലിംഗം വന്നപ്പോൾ അല്ലത്തി. അസ്സാഅത്ത് സ്ത്രീലിംഗമാണ്. അപ്പോൾ കട്ടിലിൻ്റെ മുകളിലുള്ള വാച്ച് ആരുടേതാണ്? ഹിയ ലി സൗജി ഉഖ്തി. എൻ്റെ സഹോദരിയുടെ ഭർത്താവിൻ്റെതാണ് അത്. അപ്പം നേരത്തെ മിഫ്താഹ് വന്നപ്പം ഹുവ എന്ന് പറഞ്ഞു ലിൽ മുദർരിസി, കാരണം മിഫ്താഹ് മുസക്കറാണ്. അപ്പോൾ ഹുവ ലിൽ മുദർരിസി. ആ സായത്ത് വന്നപ്പോൾ ഹിയ, കാരണം സായത്ത് മുഅന്നസാണ്. അപ്പോൾ എൻ്റെ സഹോദരിയുടെ ഭർത്താവിൻ്റെതാണ് അത്. അപ്പോൾ ഹിയ മുബ്തദഉൻ മർഫൂൻ ലി ഹർഫുജർ സൗജി ഇസ്മു മജ്റൂർ ജാറും വ മജ്റൂർ ശിബു ജുംല ഖബർ. വഹുവ മുലാഫ് ഉഖ്തി മുലാഫിലെ മജ്റൂർ വഹുവ മുലാഫ് യാ മുത്തക്കല്ലിം മുലാഫിലെ മജ്റൂർ. അപ്പോൾ എൻ്റെ സഹോദരിയുടെ ഭർത്താവ്. അപ്പോൾ രണ്ട് ഇൻ്റെ വന്നു, അല്ലെങ്കിൽ ഇൻ്റെയും ഇവിടെയും വന്നു. ഇൻ്റെ ഇവിടെയൊക്കെ വന്നാൽ അത് മുലാഫിലെ ആണ്. ഇനി താഴെ ഉള്ള ഉദാഹരണങ്ങൾ ഇസ്മ മൗസൂൽ കൊണ്ട് നമ്മൾ പൂരിപ്പിക്കണം. അപ്പോൾ ഏതാ ഇസ്മ മൗസൂൽ? അല്ലതി പഠിച്ചു, അല്ലത്തി പഠിച്ചു. ഏകവചനം പുരുഷനാണെങ്കിൽ അല്ലസി ബുദ്ധിയുള്ളതിനും ബുദ്ധി ഇല്ലാത്തതിനും. ഏകവചനം സ്ത്രീലിംഗാണെങ്കിൽ അല്ലത്തി ബുദ്ധിയുള്ളതിനും ബുദ്ധി ഇല്ലാത്തതിനും. അപ്പോൾ അല്ലതി അല്ലത്തി ഇതാണ് ഇസ്മു മൗസൂൽ. ഇസ്മു മൗസൂലിന് തൊട്ട് ശേഷം വരുന്നതാണ് സിലത്തുൽ മൗസൂൽ. ഇസ്മു മൗസൂലിന് തൊട്ട് ശേഷം വരുന്നതാണ് സിലത്തുൽ മൗസൂൽ. മുലാഫിന് തൊട്ട് ശേഷം മുലാഫിലെ മജ്റൂർ. ഹർഫു ജറിന് തൊട്ട് ശേഷം ഇസ്മ മജ്റൂർ. ലർഫിന് ശേഷം ഇസ്മുണ്ടെങ്കിൽ അതെന്താ? ലർ മുലാഫിലെ മജ്റൂർ. നാത്ത് വന്നാൽ തൊട്ട് ശേഷം മൻഊത്ത്. അതുപോലെ ഇസ്മ മൗസൂൽ വന്നാൽ തൊട്ട് ശേഷം സിലത്തുൽ മൗസൂൽ. ഇത് നമ്മൾ പഠിച്ചതാണ്. ഇവിടെ ഒന്നും കൂടി നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം. അൽ കിതാബു ഇനി പൂരിപ്പിക്കണം ഇസ്മു മൗസൂൽ കൊണ്ട്. അപ്പോൾ മുസക്കറാണ്. അപ്പോൾ ഏതാ ഇസ്മു മൗസൂൽ പൂരിപ്പിക്കുക? അല്ലസി. അൽ കിതാബു അല്ലദി അലൽ മക്തബി ലിൽ മുദർരിസി. ടീച്ചറുടേതാണ് മേശയുടെ മുകളിലുള്ള ആ പുസ്തകം. അപ്പോൾ അൽ കിതാബു മുബ്തദഉൻ മർഫൂൻ, അല്ലദി ഇസ്മു മൗസൂൽ, അലൽ മക്തബി സിലത്തുൽ മൗസൂൽ, ലി ഹർഫുജർ, അൽ മുദർരിസി ഇസ്മു മജ്റൂർ, ജാറും വ മജ്റൂർ ശിബു ജുംല ഖബർ. ഓക്കെ, ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഇവിടെ സെൻറ്റൻസ് എന്താ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടുള്ളൂ? അൽ കിതാബു ലിൽ മുദർരിസി, ടീച്ചറുടേതാണ് ആ പുസ്തകം. സെൻറ്റൻസ് കംപ്ലീറ്റ് ആയി, മുബ്തദ ഖബറായി. അൽ കിതാബു മുബ്തദഉൻ മർഫൂൻ ലാ ഹർഫുജർ അൽ മുദർരിസി ഇസ്മു മജ്റൂർ ജാറും വ മജ്റൂർ ശിബു ജുംല ഖബർ. സെൻറ്റൻസ് പൂർത്തിയായി. പിന്നെ ആ പുസ്തകത്തെക്കുറിച്ച് കുറച്ചും കൂടി നമുക്ക് പറഞ്ഞു തരാണ്. അതാണ് ഇസ്മു മൗസൂൽ വെച്ചിട്ടും സിലത്തുൽ മൗസൂൽ വെച്ചിട്ടും പറയുന്നത്. അതാണ് അല്ലദി അലൽ മക്തബി. ശരിക്കും സെൻറ്റൻസ് പൂർത്തിയാകാൻ, അഥവാ മുബ്തദയും ഖബറും ഉള്ള സെൻറ്റൻസ് പൂർത്തിയാകാൻ അല്ലദി അലൽ മക്തബി ആവശ്യമില്ല. ഓക്കെ.
ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ അൽ കിതാബു മുബ്തദഉൻ മർഫൂൻ, അല്ലദി ഇസ്മു മൗസൂൽ, അലൽ മക്തബി സിലത്തുൽ മൗസൂൽ, ലിൽ മുദർരിസി ഹർഫു ജർ ഇസ്മു മജ്റൂർ ജാർ മജ്റൂർ ശിബ് ജുംല ഖബർ. അടുത്തത് അൽ കലമു മുസക്കറാണ്. അപ്പോൾ ഏതാ വരാം? അല്ലദി ഫി ഹഖീബത്തി മക്സൂറുൻ. ആ പേന, പെട്ടിയിലുള്ള പേന പൊട്ടിയതാണ്. പൊട്ടിയതാണ് എൻ്റെ പെട്ടിയിലുള്ള പേന. അപ്പോൾ അൽ കലമു മുബ്തദഉൻ മർഫൂൻ, അല്ലദി ഇസ്മു മൗസൂൽ, ഫി ഹഖീബത്തി സിലത്തുൽ മൗസൂൽ, മക്സൂറുൻ ഖബർ. ഇവിടെ നോക്കുക, സെൻറ്റൻസ് പൂർത്തിയാകാൻ ഇസ്മു മൗസൂലും സിലത്തുൽ മൗസൂൽ ആവശ്യമില്ല. അൽ കലമു മക്സൂറുൻ, പേന പൊട്ടിയതാണ്. അൽ കലമു മുബ്തദഉൻ മർഫൂൻ, മക്സൂറുൻ ഖബറുൻ മർഫൂൻ. സെൻറ്റൻസ് പൂർത്തിയായി. പിന്നെന്താ, അതിനെക്കുറിച്ച് കുറച്ചും കൂടി പറഞ്ഞു തരാം നമുക്ക് പേനിനെക്കുറിച്ച്. എന്താ പേനിനെക്കുറിച്ച് പറയുന്നത്? അതെൻ്റെ പെട്ടിയിലാണ്. അപ്പോൾ അല്ലദി ഫി ഹഖീബത്തി. അപ്പോൾ അല്ലദി ഇസ്മു മൗസൂൽ, ഫി ഹഖീബത്തി സിലത്തുൽ മൗസൂൽ. ആ സിലത്തുൽ മൗസൂലിലെ ഫി ഹഖീബത്തി എന്താ? ഫി ഹർഫു ജർ, ഹഖീബത്തി ഇസ്മു മജ്റൂർ ജാർ മജ്റൂർ ശിബു ജുംല. ഖബറല്ല, കാരണം ഖബർ മക്സൂറുനാണ്. പിന്നെ ഹഖീബത്തി എന്തും കൂടിയാ? വഹുവ മുലാഫ് യാ മുത്തക്കല്ലിം മുലാഫിലെ മജ്റൂർ. കാരണം എൻ്റെ പെട്ടി എന്നുണ്ട്. അപ്പോൾ എൻ്റെ എന്ന് വരുമ്പോൾ മുലാഫിലെ. അപ്പോൾ ഹഖീബത്തി മുലാഫിലെയാണ്. അപ്പോൾ അൽ കലമു മുബ്തദഉൻ മർഫൂൻ, അല്ലദി ഇസ്മു മൗസൂൽ, ഫി ഹഖീബത്തി സിലത്തുൽ മൗസൂൽ, മക്സൂറുൻ ഖബർ. അസ്സയ്യാറത്തു, അതിന് ശ്രദ്ധിച്ചോളൂ, ഇത് മുഅന്നസാണ്, സ്ത്രീലിംഗാണ്. അപ്പോൾ ഏതാ വരാം? അല്ലതി ഖറജത് മിനൽ മുസ്തഷ്ഫ അലാന ലിത്തബീബിൽ ജദീദി. പുതിയ ഡോക്ടറുടേതാണ് ഇപ്പോൾ ആസ്പത്രിയിൽ നിന്ന് പുറപ്പെട്ട ആ കാർ. ഓക്കെ, ബാക്കോട്ട് പോയാൽ അങ്ങനെ കിട്ടുക. ലിത്തബീബിൽ ജദീദി എന്ന് പറഞ്ഞാൽ പുതിയ ഡോക്ടറുടേതാണ്. ലീ വന്നു, അപ്പോൾ ഡോക്ടറുടേതാണ്. അലാന ഇപ്പോൾ, അൽ മുസ്തഷ്ഫ ഹോസ്പിറ്റൽ, മിനൽ മുസ്തഷ്ഫ ഹോസ്പിറ്റലിൽ നിന്ന്, ഖറജത്ത് പുറപ്പെട്ട, അല്ലത്തി പുറപ്പെട്ടതായ, അസ്സയ്യാറത്തു വാഹനം. ആ ബുദ്ധിയില്ലാത്ത അതിന് അല്ലത്തി എന്ന് പറഞ്ഞാൽ പുറപ്പെട്ടതായ, അങ്ങനെയും അർത്ഥം വരും. ഓക്കെ, അപ്പോൾ ഉള്ള എന്നും അർത്ഥം വരും, പുറപ്പെട്ട അങ്ങനെ നമ്മൾ പറയാം. പുറപ്പെട്ടതായ എന്നൊന്നും ഇപ്പം നമ്മൾ പറയാറില്ല. പുറപ്പെട്ട ആ വാഹനം, അപ്പോൾ അങ്ങനെയും അർത്ഥം വരും. അല്ലത്തിക്ക് ഇവിടെ അല്ലത്തിയ വന്ന കാരണം അസ്സയ്യാറത്ത് മുഅന്നസാണ്. അപ്പോൾ അസ്സയ്യാറത്ത് മുബ്തദഉൻ മർഫൂൻ, ലി ഹർഫു ജർ, തബീബി ഇസ്മു മജ്റൂർ ജാർ മജ്റൂർ ശിബു ജുംല ഖബർ. സെൻറ്റൻസ് പൂർത്തിയായി. കാറ് ഡോക്ടറുടേതാണ്. പിന്നെ പുതിയ ഡോക്ടർ എന്നൊക്കെ പറയുന്നതും ഹോസ്പിറ്റലിൽ നിന്ന് പുറപ്പെട്ടു എന്നൊക്കെ പറയുന്നതും കൂടുതൽ നമുക്ക് വിവരങ്ങൾ തരികയാണ്. അപ്പോൾ പുതിയ ഡോക്ടർ എന്ന് പറയുമ്പോൾ അൽ ജദീദി എന്തായി? നാത്തായി. അപ്പോൾ ലി ഹർഫു ജർ ആയതുകൊണ്ട് തൊബീബി കസറായി, ഇസ്മു മജ്റൂർ. അപ്പോൾ അൽ ജദീദി, കാരണം നാത്ത് മന്നൂത്തിനെ പിൻപറ്റണം. അപ്പോൾ ജദീദിൻ്റെ അടയാളം എന്തിരിക്കണം? കസറായിരിക്കണം. അപ്പോൾ അൽ ജദീദി. അപ്പോൾ അൽ ജദീദിയാണ് നാത്ത്. അപ്പോൾ അല്ലത്തി എന്താ? ഇസ്മു മൗസൂൽ. ഖറജത്ത് മിനൽ മുസ്തഷ്ഫ എന്താ? സിലത്തുൽ അലാന എന്താ? സിലത്തുൽ മൗസൂൽ. അപ്പോൾ അസ്സയ്യാറത്ത് മുബ്തദഉൻ മർഫൂൻ, അല്ലത്തി ഇസ്മു മൗസൂൽ, ഖറജത്ത് മിനൽ മുസ്തഷ്ഫ അലാൻ സിലത്തുൽ മൗസൂൽ, ലി ഹർഫു ജർ, തബീബി ഇസ്മു മജ്റൂർ ജാർ മജ്റൂർ ശിബു ജുംല ഖബർ. അൽ ജദീദി നാത്ത്. ഓക്കെ, ആ തൊബീബിന് അലിഫ്ലാം ഉണ്ടായതുകൊണ്ട് ജദീദിനും അലിഫ്ലാം. ഒക്കെ നമുക്കറിയാം. നാത്ത് മന്നൂത്തിനെ പിൻപറ്റും. തബീബ് ആണായതുകൊണ്ട് ജദീദും ആണ്. ഓക്കെ, അപ്പോൾ അൽ കൽബു അപ്പോൾ മുസക്കറാണ്. അല്ലദി ഫിൽ ഹദീഖത്തി മരീദുൻ, പൂന്തോട്ടത്തിലുള്ള നായ രോഗിയാണ്. മരീദ് എന്ന് പറഞ്ഞാൽ രോഗി. അപ്പോൾ അൽ കൽബു മുബ്തദഉൻ മർഫൂൻ, അൽ കൽബു മുബ്തദഉൻ മർഫൂൻ, അല്ലദി ഇസ്മു മൗസൂൽ, ഫിൽ ഹഖീബത്തി സിലത്തുൽ മൗസൂൽ, മരീദുൻ രോഗിയാണ് ഖബർ. ശരിക്കും സെൻറ്റൻസ് പൂർത്തിയാൻ എന്തേ വേണ്ടു? അൽ കൽബു മരീദുൻ, നായ രോഗിയാണ്, രോഗമുള്ളതാണ്. നായ രോഗമുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് നായനെക്കുറിച്ച് പറയുകയാണ്. അല്ലസി ഫിൽ ഹദീഖത്തി,
പൂന്തോട്ടത്തിലുള്ള ആ നായ. അപ്പോൾ അല്ലദി ഇസ്മു മൗസൂൽ, ഫിൽ ഹദീഖത്തി സിലത്തുൽ മൗസൂൽ. ഇവിടെ ഫി എന്താ ഹർഫുജർ, അൽ ഹദീഖത്തി ഇസ്മു മജൂർ, ജാറും മജറൂർ ഷിബുജുണ്ട. ഖബർ അല്ല, കാരണം മരീദുൻ രോഗമുള്ളതാണെന്നുള്ളതാണ് ഖബർ. അൽ ഫത മുദക്കറാണ്. അപ്പോൾ അല്ലദി ഖറജ മിനൽ മസ്ജിദിൽ ആന ഇബ്നുൽ മുഅദ്ദിനി. ബാങ്ക് കൊടുക്കുന്ന ആളുടെ മകനാണ് ഇപ്പോൾ മസ്ജിദിൽ നിന്ന് പുറപ്പെട്ടതായ ആ യുവാവ്. പുറപ്പെട്ടവനായ ആ യുവാവ്. ഓക്കെ. അൽ ഫത മുബ്തദഉൻ മർഫൂൻ. അല്ലദി ഇസ്മു മൗസൂൽ. ഖറജ മിനൽ മസ്ജിദിൽ ആന സിലത്തുൽ മൗസൂൽ. ഇബ്നുൽ മുഅദ്ദിനി. മുഅദ്ദിൻ എന്ന് പറഞ്ഞാൽ ബാങ്ക് കൊടുക്കുന്ന ആൾ. ആസാനില്ല, ബാങ്ക്. മുഅദ്ദിൻ ബാങ്ക് കൊടുക്കുന്ന ആൾ. അപ്പോൾ ഇബ്നുൽ മുഅദ്ദിൻ എന്ന് പറഞ്ഞാൽ ബാങ്ക് കൊടുക്കുന്ന ആളുടെ മകൻ. അപ്പോൾ അൽ ഫത മുബ്തദഉൻ മർഫൂൻ, ഇബ്നു ഖബറുൻ മർഫൂൻ, വഹുവ മുലാഫ്, അൽ മുഅദ്ദിനി മുലാഫിലെ മജ്റൂർ, ബാങ്ക് കൊടുക്കുന്ന ആളുടെ മകൻ. അപ്പോൾ അല്ലദി ഇസ്മു മൗസൂൽ, ഖറജ മിനൽ മസ്ജിദിൽ ആൻ സിലത്തുൽ മൗസൂൽ. അപ്പോൾ സെൻറ്റൻസ് പൂർത്തിയാൻ എന്തേ വേണ്ടു? അൽ ഫത ഇബ്നുൽ മുഅദ്ദിനി, ബാങ്ക് കൊടുക്കുന്ന ആളുടെ മകനാണ് ആ യുവാവ്. ഓക്കെ. കാരണം അൽ ഫത ആണ് മുബ്തദഉൻ മർഫൂൻ, ഇബ്നു ഖബർ, വഹുവ മുലാഫ്, അൽ മുഅദ്ദിനി മുലാഫിലെ മജ്റൂർ. സെൻറ്റൻസ് പൂർത്തിയാനാകും മതി. ഇനി അടുത്ത് നോക്കൂ. തിൽക്കൽ ബിത്തത്തു അല്ലത്തി, മുഅന്നസാണ് ബിത്തത്ത്, താറാവ്. അല്ലത്തി തഹ്ത ഷജറത്തി ലിബിൻതിൽ ഫല്ലാഹി. ഫല്ലാഹ് എന്ന് പറഞ്ഞാൽ കൃഷിക്കാരൻ. കൃഷിക്കാരൻ്റെ മകളുടേതാണ് മരത്തിൻ്റെ താഴെ ചുവടെയുള്ള ആ താറാവ്. അപ്പോൾ തിൽക്ക നമുക്കറിയാം മുബ്തദഉൻ മർഫൂൻ, അൽ ബിത്തത്തു എന്താ ബദൽ, അൽ ബിത്തത്തു ബദൽ. അത് തിൽക്ക മർഫൂ ആയതുകൊണ്ട് ബിത്തത്തു എന്തായി? മർഫൂ ആയി. കാരണം ഇസ്മു ഇഷാര തിൽക്കക്ക് ശേഷം അലിഫ്ലാമുള്ള ഇസ്മു വന്നാൽ ആ അലിഫ്ലാമുള്ള ഇസ്മാണ് ബദൽ. അപ്പോൾ തിൽക്കൽ ബിത്തത്തു, അപ്പോൾ ആ താറാവ്. അപ്പോൾ തിൽക്കൻ്റെ അടയാളം എന്താ? മർഫൂ, കാരണം അത് മുബ്തദയാണ്. അപ്പം ബിത്തത്തുവിൻ്റെയും അടയാളം എന്തായിരിക്കും? മർഫൂ. പിന്നെ അല്ലത്തി ഇസ്മു മൗസൂൽ, തഹ്ത ഷജറത്തി സിലത്തുൽ മൗസൂൽ, ലി ബിൻതിൽ ഫല്ലാഹി, കൃഷിക്കാരൻ്റെ മകളിതാണ്. അപ്പോൾ ലി ഹർഫുജർ, ബിൻതി ഇസ്മു മജ്റൂർ, ജാറും മജ്റൂർ, ശിബുജുംല ഖബർ, വഹുവ മുലാഫ്, അൽ ഫല്ലാഹി മുലാഫിലെ മജ്റൂർ. അല്ലേ? കൃഷിക്കാരൻ്റെ മകളുടേതാണ്. അപ്പോൾ അല്ലത്തി ഇസ്മു മൗസൂൽ, തഹ്ത ലർഫ്, ഖബറാണോ? അല്ല, ഖബർ പിന്നെ വരുന്നത് ലി ബിൻതിൽ ഫല്ലാഹി, ലി ബിൻതി, അതാണ് ഖബർ. അപ്പോൾ തഹ്ത ലർഫ്, അപ്പോൾ ലർഫിന് ശേഷം ഇസ്മു വന്നു ഷജറത്തുൻ. അപ്പോൾ ഷജറത്തുൻ്റെ അടയാളം എന്തായിരിക്കണം? തഹ്തക്ക് ശേഷം വന്നുകൊണ്ട് തഹ്ത ഷജറത്തി, അത് മുലാഫിൽ മജ്റൂറാണ്. ഓക്കെ. ഒന്നും കൂടി പറയാം. തിൽക്ക മുബ്തദഉൻ മർഫൂൻ, അൽ ബിത്തത്തു ബദൽ, അല്ലത്തി ഇസ്മു മൗസൂൽ, തഹ്ത ഷജറത്തി സിലത്തുൽ മൗസൂൽ, ആ സിലത്തുൽ മൗസൂൽ തഹ്ത ലർഫ്, ആ ഷജറത്തി മുലാഫിലെ മജ്റൂർ, ലി ഹർഫുജർ, ബിൻതി ഇസ്മു മജ്റൂർ, ജാറും മജ്റൂർ, ശിബുജുംല ഖബർ, വഹുവ മുലാഫ്, അൽ ഫല്ലാഹി മുലാഫിലെ മജ്റൂർ. അൽ ബൈത്തുൽ ജദീദു, അപ്പോൾ അൽ ബൈത്ത് മുസക്കറാണ്. അപ്പോൾ അല്ലദി ഫി ദാലിക ഷാരിഇ ലിൽ വസീരി, മന്ത്രിയുടേതാണ് ആ തെരുവിലുള്ള പുതിയ വീട്. അൽ ബൈത്തുൽ ജദീദ് എന്ന പുതിയ വീട്. അല്ലദി ഫി ദാലിക ഷാരിഇ, ആ തെരുവിലുള്ള, ഫി എന്ന് പറഞ്ഞാൽ ഇൽ, ദാലിക ഷാരി എന്ന് പറഞ്ഞാൽ ആ തെരുവിൽ, അല്ലദി എന്ന് പറഞ്ഞാൽ ഉള്ള. അപ്പോൾ ഫി ദാലിക ഷാരി, അല്ലദി ഫി ദാലിക ഷാരി, ആ തെരുവിലുള്ള, ലിൽ വസീരി, വസീറിൻ്റെതാണ്. അപ്പോൾ ഇവിടെ മുബ്തദ ഖബർ ഏതാ? അൽ ബൈത്തു ലിൽ വസീരി, വീട് മന്ത്രിയുടേതാണ്. വസീർ എന്ന് പറഞ്ഞാൽ മന്ത്രി. അപ്പോൾ അൽ ബൈത്തു മുബ്തദഉൻ മർഫൂൻ, ലി ഹർഫുജർ, അൽ വസീരി ഇസ്മു മജ്റൂർ, ജാറും മജ്റൂർ, ശിബു ജുംല ഖബർ. ഓക്കെ. അപ്പോൾ അൽ ബൈത്തു അൽ ജദീദു, അപ്പോൾ ആ ബൈത്തിനെ വിശേഷിപ്പിക്കുക. അപ്പോൾ അൽ ജദീദു നാത്ത്. അല്ലദി ഇസ്മു മൗസൂൽ, ഫി ഹർഫുജർ, ദാലിക
ഇസ്മു മൗസൂൽ. അപ്പോൾ ദാലിക്കൻ്റെ അടയാളം എന്തായി? മജ്റൂറായി. ഫീ വന്നുകൊണ്ട് ദാലിക്ക മജ്റൂറായി. അപ്പോൾ ദാലിക്കയ്ക്ക് ശേഷമുള്ള അലിഫിലാമുള്ള ഇസ്മ അഷാരിയു എന്താവും? കസറാവും. കാരണം ദാലിക്ക കസറായതുകൊണ്ട് അഷാരി കസറായി. അപ്പോൾ ഫീ വന്നുകൊണ്ട് ദാലിക്ക കസറായി. ദാലിക്ക കസറായതുകൊണ്ട് അഷാരി എന്ന ബദലു എന്തായി? കസറായി. അപ്പോൾ എങ്ങനെ വായിക്കാം? അൽ ബൈത്തുൽ ജദീദു അല്ലദീ ഫീ ദാലിക ഷാരി ലിൽ വസീരി. അടുത്തത് അദ്ദർസു അല്ലദീ ബഅദ ഹാദ ദർസി സഹലുൻ ജിദ്ദൻ. സഹലുൻ ജിദ്ദൻ എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ളതാണ്. ബഅദ ഹാദ ദർസി ഈ പാഠത്തിന് ശേഷം, അല്ലദീ ഉള്ള പാഠം, അദ്ദർസു. അപ്പോൾ ഈ പാഠത്തിന് ശേഷമുള്ള പാഠം എളുപ്പമുള്ളതാണ്. അപ്പോൾ അദ്ദർസു പാഠം, അല്ലദീ ബഅദ ഹാദ ദർസി, ബഅദ എന്ന് പറഞ്ഞാൽ ശേഷം, ഹാദ ദർസി എന്ന് പറഞ്ഞാൽ ഈ പാഠം, അല്ലദീ എന്ന് പറഞ്ഞാൽ ഉള്ള. അപ്പോൾ ഈ പാഠത്തിന് ശേഷമുള്ള പാഠം സഹലുൻ ജിദ്ദൻ, അത് എളുപ്പമുള്ളതാണ്. അപ്പോൾ അദ്ദർസു മുബ്തദഉൻ മർഫൂൻ സഹലുൻ ഖബറുൻ മർഫൂൻ. സെൻറ്റൻസ് പൂർത്തിയായി. പിന്നെ ആ പാഠത്തിനെക്കുറിച്ച് കുറച്ചും കൂടി പറഞ്ഞു തരാണ് ഈ പാഠത്തിന് ശേഷമുള്ള. അപ്പോൾ അല്ലദീ ഇസ്മു മൗസൂൽ ബഅദ ലർഫ് ഖബറാവോ? ഇല്ല, കാരണം സഹലുനാണ് ഖബർ. ബഅദ ലർഫ്, ഹാദ ഇസ്മു ഇഷാര, അദ്ദർസി ബദൽ. അപ്പോൾ എന്തുകൊണ്ട് അദ്ദർസി എന്നായി കസറായി? കാരണം ബഅദ ലർഫാണ്. ലർഫിന് ശേഷമുള്ള ഇസ്മിൻ്റെ അടയാളം എന്തായിരിക്കണം? ഹാദ. എന്തായിരിക്കും അടയാളം? അത് മുലാഫിലെ മജ്റൂറാണ്. അപ്പോൾ ഹാദ കസറാണ്. ബഅദ വന്നുകൊണ്ട് ഹാദ കസറായി. ഹാദ കസറായതുകൊണ്ട് അതിൻ്റെ ബദലായ ദർസു എന്തായി? കസറായി. അപ്പം എങ്ങനെ വായിക്കുക? അദ്ദർസു അല്ലദീ ബഅദ ഹാദ ദർസി സഹലുൻ ജിദ്ദൻ. ജിദ്ദൻ എന്ന് പറഞ്ഞാൽ വളരെ. അപ്പോൾ സഹലുൻ ജിദ്ദൻ എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. ജിദ്ദൻ നമ്മൾ ഇൻഷാ അല്ലാഹ് പിന്നെ പഠിക്കും അതെന്താണ് എന്നുള്ളത്. ബാറക്കല്ലാഹു ഫീക്കും. അടുത്തത് മനിൽ ഫത്താത്തു. ഇപ്പം മുഅന്നസാണ്. അല്ലത്തി ജലസത് അമാമൽ മദ്രസത്തി. മദ്രസയുടെ മുമ്പിൽ ഇരിക്കുന്നവളായ ആ യുവതി ആരാണ്? മദ്രസയുടെ മുന്നിലിരിക്കുന്നവളായ യുവതി ആരാണ്? ഇപ്പം ജലസത്ത് എന്ന് പറഞ്ഞാൽ അവളിരുന്നു. ഇവിടെ അവളാര? അൽ ഫത്താത്തു. ഓക്കെ. അപ്പോൾ ഫായിൽ. അപ്പോൾ മനിൽ ഫത്താത്തു അല്ലത്തി ജലസത് അമാമൽ മദ്രസത്തി. അമാമ വന്നുകൊണ്ട് മദ്രസത്തിൻ്റെ അടയാളം എന്തായിരിക്കും? മദ്രസത്തി. ഹിയ ത്വാലിബത്തുൻ മിൻ മാലീസിയ. മലേഷ്യയിൽ നിന്നുള്ള വിദ്യാർത്ഥിനിയാണ് അവൾ. അവൾ മലേഷ്യയിൽ നിന്നാണ്. അവൾ മലേഷ്യയിൽ നിന്നുള്ള വിദ്യാർത്ഥിനിയാണ്. ഹിയ മുബ്തദഉൻ മർഫൂൻ ത്വാലിബത്തു ഖബറുൻ മർഫൂൻ. സെൻറ്റൻസ് പൂർത്തിയായി. മിൻ ഹർഫു ജർ, മാലീസിയ ഇസ്മു മജ്റൂർ, ജാർ മജ്റൂർ, ശിബ് ജുംല. ഖബർ എന്ന് പറയുമോ? ഇല്ല, കാരണം ഖബർ ത്വാലിബത്തു ആയി, ത്വാലിബത്തുനായി. ഹിയ ത്വാലിബത്തുൻ മിൻ മലേഷ്യ. അത്തിൽക്കൽ ഹക്കീബത്തു അല്ലത്തി. കാരണം ഹക്കീബത്ത് മുഅന്നസാണ്. അപ്പോൾ അല്ലത്തി തഹത്തൽ മക്തബി ലക്ക യാ ഖാലിദു. അല്ലയോ ഖാലിദ്, നിൻ്റെതാണോ മേശയുടെ താഴെയുള്ള ആ ബാഗ്? ഹക്കീബത്ത് എന്ന് പറഞ്ഞാൽ ബാഗ്. അതിൽക്കൽ ഹക്കീബത്തു, ആ ബാഗാണോ? അല്ലത്തി തഹത്തൽ മക്തബി, മേശയുടെ താഴെയുള്ള. ലക്ക, നിൻ്റെത്. അല്ലയോ ഖാലിദ്. ല, അല്ല. ഹർഫു നഫി. ഹിയ ലി സദീഖി മുഹമ്മദിൻ, അത് എൻ്റെ സ്നേഹിതൻ മുഹമ്മദിൻ്റെതാണ്. എൻ്റെ സ്നേഹിതൻ മുഹമ്മദിൻ്റെതാണ്. അപ്പോൾ ഇവിടെ സ്നേഹിതനും മുഹമ്മദും ഒരാൾ തന്നെയാണ്. സ്നേഹിതൻ തന്നെയാണ് മുഹമ്മദ്. അപ്പോൾ ഇങ്ങനെയും ബദൽ വരാം. ഇപ്പോൾ ഡോക്ടർ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ അതും ബദലാണ്. കാരണം ഡോക്ടർ തന്നെയാണ് മുഹമ്മദ്. എഞ്ചിനീയർ റാഷിദ് എന്ന് പറഞ്ഞാൽ എഞ്ചിനീയർ തന്നെയാണ് റാഷിദ്. അപ്പോൾ റാഷിദ് ബദലാണ്. എഞ്ചിനീയറിൻ്റെ ബദലാണ് റാഷിദ്. കാരണം രണ്ടാളും ഒരാൾ തന്നെയാണ്. ഓക്കെ. അതേപോലെ സദീഖി മുഹമ്മദ് എന്ന് പറഞ്ഞാൽ ആ സ്നേഹിതൻ തന്നെയാണ് മുഹമ്മദ്. ആ സ്നേഹിതൻ്റെ പേരാണ് മുഹമ്മദ്.
അപ്പോൾ ഹിയ മുബ്തദഉൻ മർഫൂൻ, ലീ ഹർഫു ജർ, സദീഖി ഇസ്മു മജ്റൂർ, ജാറും മജ്റൂർ, ഷിബു ജുംല ഖബർ. അപ്പോൾ എൻ്റെ സ്നേഹിതൻ യാ ഉണ്ട്, അപ്പോൾ വഹുവ മുലാഫ്, സദീഖ് പിന്നെ എന്താണ് മുലാഫ്, യാ മുത്തക്കല്ലിം മുലാഫിലെ മജ്റൂർ. അപ്പോൾ മുഹമ്മദിൻ്റെ അടയാളം എന്തായിരിക്കണം? ലീ വന്നുകൊണ്ട് സദീഖിന് കസറായി അല്ലേ, ഹർഫുജർ ഇസ്മ മജ്റൂർ, സദീഖ് ഇസ്മ മജ്റൂറാണ്. ലീ വന്നുകൊണ്ട് സദീഖിന് കസറായി, സദീഖിൻ്റെ ബദലാണ് മുഹമ്മദ്. അപ്പോൾ മുഹമ്മദിൻ്റെ അടയാളം എന്തായിരിക്കണം? കസറായിരിക്കണം. കാരണം ബദലിൻ്റെ അടയാളം അതിന് മുമ്പുള്ള ബദലും മിൻഹു എന്നാണ് പറയുക. സദീഖിന് എന്താ പറയുക? ബദലും മിൻഹു. നമ്മൾ ഇൻഷാ അല്ലാഹ് പിന്നെ പഠിക്കും. സദീഖിന് ബദലും മിൻഹു എന്നാണ് പറയുക. അപ്പോൾ മുഹമ്മദിൻ സദീഖ് കസറായതുകൊണ്ട്, എന്തുകൊണ്ട് സദീഖ് കസറായി? ലീ വന്നുകൊണ്ട്. സദീഖിൻ്റെ എന്ന് പറയണമെങ്കിൽ ലീ വരണം. അപ്പോൾ ലീ വന്നുകൊണ്ട് സദീഖ് കസറായി. സദീഖ് കസറായതുകൊണ്ട് മുഹമ്മദിനും എന്തായി? കസറായി. ബാറക്കല്ലാഹു ഫീക്കും.